ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇന്ന് ഞങ്ങൾ ചെറിയ ഇവന്റിന് വന്നേക്കാണ്, ലാന്റേൺ ഫെസ്റ്റിവൽ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മുകളിലേക്ക് പറപ്പിച്ചുവിട്ട ലാന്റേൺ അല്ല, ഇത് നമ്മൾ വെള്ളത്തിൽ കത്തിച്ചുവിട്ട ലാന്റേണാണ്. അപ്പോൾ അതെ, അവിടെ നിങ്ങൾക്ക് നോക്കിയൊരു ലേക്ക് കാണാം. കുറച്ചുകൂടി ഇരുട്ടായി കഴിയുമ്പോഴേക്കും ആൾക്കാരൊക്കെ ലാന്റേൺ കത്തിച്ചു തുടങ്ങി. നമ്മൾ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി ഇരുട്ടാകുമ്പോഴേക്കും നമ്മൾ കത്തിച്ച് അങ്ങോട്ട് വിടും. ഇപ്പം നമുക്ക് ലാന്റേൺ പോയി കളക്ട് ചെയ്യാം. ഫസ്റ്റ് ലാന്റേൺ പോയി പിക്ക് ചെയ്തിട്ട് നമുക്കതിൽ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി, നമ്മുടെ വിഷസ് ഒക്കെ എഴുതി, നമുക്ക് ടൈം ആകുമ്പോഴേക്കും നമുക്ക് വെള്ളത്തിലേക്ക് വിടാം. അപ്പം നമുക്ക് പോയി ലാന്റേൺ കളക്ട് ചെയ്യാൻ പോവാം. കം ഓൺ. ഞാൻ അറിയാണ്ട് നൂല് പോയി ഹെഡ് ബാൻഡ് വാങ്ങാം, ഗ്ലോ ചെയ്യണ ഹെഡ് ബാൻഡ്. ഞാൻ അറിയില്ലെന്നാ വിചാരിച്ചു. കുറേ പിള്ളേര് കണ്ടു, യൂത്തന്മാർ പിള്ളേര് ടിക്ടോക്കിന്റെ ഡാൻസ് ചെയ്യാൻ. അതൊരു കാലമായിരുന്നു. അങ്ങനെ ഇതിന്റെ 3 എണ്ണം വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ബാഗ്. ഒരു ബാഗ് എനിക്ക്, ഒരു ബാഗ് അക്കുവിന്, ഒരു ബാഗ് ഈപ്പച്ചിന്. അങ്ങനെ 3 പേർക്കും ലാന്റേൺ എന്ത് വേണമെങ്കിലും വരയ്ക്കാൻ. ഒരു ലാന്റേൺ കിറ്റിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഇതാണ് ബേസ്. ഇതാണ് ഈപ്പച്ചിനെ തുറന്നു. ഈപ്പച്ചിനെ തുറന്നിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിക്കോ. ഇതാണ് നമ്മൾ ലാന്റേൺ ഫ്ലോട്ട് ചെയ്യുമ്പോൾ ബേസ് ആയിട്ട് വെക്കണത്. പിന്നെ ഇതെന്താ, ഇത് കാർഡ്സോ, വാട്ടർ ലാന്റേൺ. ഇത് കുറച്ച് കാർഡ്സാ. ഇവിടെ നിന്ന് സമയം പോകാൻ വേണ്ടി കാർഡ്സ് കളിക്കാം. പക്ഷെ ഞങ്ങൾ ഓൾറെഡി വന്നത് ലേറ്റ് ആയി. ഇതാ കണ്ടു, ഇരുട്ടായി ഓൾറെഡി. ഇനിയിപ്പോൾ കാർഡ്സ് ഒന്നും കളിക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഇവന്റ്സിനൊക്കെ വരുമ്പോൾ കുറച്ച് നേരത്തെ വരണം കേട്ടോ. അങ്ങനെയാണ് നമുക്കൊരു ഞാനാണ് ലേറ്റ് ആക്കിയത്. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ്. അപ്പോൾ മറ്റേ മുകളിലേക്ക് പറപ്പിച്ചുകൊണ്ടുള്ള ലാന്റേൺ ആക്ച്വലി നമുക്ക് തീ തന്നെ കിട്ടും. ഇത് നമുക്ക് ലൈറ്റ് അപ്പ് ചെയ്യണ ഇത് സാധനമാണ്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് തുറന്നോ, ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട്. തുറന്നോ, അപ്പൊ തുറന്നു വരും. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് സാധനം. വൈറ്റ് പേപ്പർ. ഈ സാധനം നമ്മളിതാ ഇവിടെ കോലെ കുത്തിയതേ 4 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 4 സ്റ്റിക്ക് ഇവിടെ കുത്തിയിട്ട് ഈ പേപ്പർ അതിൽ വെക്കുക. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം, വിഷസ് മേക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പടം വരയ്ക്കാം. അപ്പൊ ഞാനെന്നാ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കട്ടെ കേട്ടോ. ഞാൻ വിചാരിച്ചു ഞാനാണ് ഇവിടുത്തെ കലാകാരി എന്ന് പറഞ്ഞ അഹങ്കരിച്ചു. പക്ഷെ പുള്ളിയാണ് ശരിക്കുള്ള കലാകാരൻ. അച്ചോടാ, ഇത് ഞാൻ വരയ്ക്കോ. ഈപ്പച്ചിന്റെ ലാന്റേൺ നോക്കിക്കോട്ടോ. അച്ഛ സോ ക്യൂട്ട്. ഇത് ഞങ്ങൾ ആകാശ വരച്ചേക്കണേന്ന് തോന്നുന്നു, എന്നറിയില്ല, സാരമില്ല. ഇത് ഈപ്പച്ചനും മാത്തച്ഛനും വെയിലത്ത് നോക്കി തപസ് ചെയ്യാ. ടൊർണാഡോ ഒക്കെ നമ്മൾ ഇതിൽ വരച്ചു വെക്കോ നമ്മുടെ. ഓ, ഇത് അപ്പയും അമ്മയും. ഇത് ഈപ്പച്ചനും മാത്തച്ഛനും. ഞങ്ങളൊക്കെ സൂര്യനെ നോക്കി എന്ത് ചെയ്യാ, അതിനെന്താ പറയണത്, സൂര്യ നമസ്കാരം ചെയ്തോണ്ടിരിക്കുക. ഈപ്പച്ചൻ അങ്ങനെയാണ് വരച്ചേക്കണത്. അടുത്ത സൂര്യൻ പൊങ്ങി വന്നതാണിത്. ഓ, എനിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ മറന്നു. ഇത് രസമില്ലേ? ഞങ്ങൾ അവിടെ പോയി അക്കു എനിക്ക് വേണ്ടി സ്പെഷ്യൽ മേടിച്ചിട്ട് തന്നതാ. സുന്ദരിയായിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെ ഞങ്ങളുടെ ലാന്റേൺസ് റെഡി ആയിട്ടുണ്ട്. ഇതാ
അക്കുവിന്റെ ലാൻറ്റേൺ ആണ്. ഇതാ നോക്കിക്കേ, ട്രീ ഓഫ് ലൈഫ്. ഭയങ്കര കലാകാരൻ. ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പുള്ളിനെ. നമുക്ക് ട്രീ ഓഫ് ലൈഫ്. ഞാൻ ഈ ബൊഹേമിയൻ സ്റ്റൈലിലൊക്കെ ഞാൻ ഇപ്പച്ചാ മോനെ അതവിടെ വെച്ച് അല്ല അപ്പേടെ അതും കഴിയട്ടെ. ഇപ്പൊ ഒരാള് ആ ലൈറ്റ് നശിപ്പിച്ച് കളഞ്ഞോളൂ. അത് ഒരു രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കണം. അതെ, അതിന്റെ അടിയിലൊക്കെ കാണുന്നത് നോക്കിക്കേ, ഒരാൾ കാണിച്ചു വെച്ചേക്കണത്. കയ്യിൽ കിട്ടിയ എല്ലാം മെനപണിയണതാണ് പുള്ളിയുടെ പണി. ഇപ്പൊ ഒപ്പിച്ച് വെച്ചേക്കാണ്. അതെ, അത് അറിഞ്ഞ് ചേട്ടൻ തുടരല്ലേ, അമ്മ പറയാം. അപ്പയുടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കട്ടെ. അപ്പയുടെ ട്രീ ഓഫ് ലൈഫ് ഭയങ്കര നല്ല ക്രിയേറ്റീവ് ആയിട്ട് വരച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കണക്റ്റഡ്. അതായത് നോക്ക്, ഇത് യൂണിവേഴ്സ്. നമ്മൾ വിഷ് വായിക്കാൻ പാടില്ല, അത് നിങ്ങൾ വായിക്കരുത്. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സ്. ഞാനത് അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് അത് എങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാം. ഇത് ഞങ്ങളുടെ കുഞ്ഞു യൂണിവേഴ്സ് ആയിട്ട് പക്ഷേ ഏതായാലും ഇത് നോക്കിക്കേ, ഞങ്ങളെല്ലാവരും ഇതെന്താ ഇപ്പൊ ചെയ്ത് സണ്ണാണോ ഇത്? സണ്ണ്. ഞങ്ങൾ 4 പേര്, അപ്പ, അമ്മ, ഈപ്പച്ചൻ, മാത്തച്ചൻ. ഞങ്ങളുടെ 4 പേരുടെ സിൽ ഔട്ടാ. ഞങ്ങൾ സൂര്യനിലേക്ക് നോക്കി ഞങ്ങളുടെ സിൽ ഔട്ടാണ് ഇത്. പിന്നെ ഇത് ചേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണോ അല്ലേ? ഇത് ഞങ്ങൾ എരിഞ്ഞു തീരാത്ത ഞങ്ങൾ 4 മെഴുകുതിരികള്. അങ്ങനെ എല്ലാം ജീവിതത്തിലെ അന്ധകാരങ്ങൾ മാറ്റാൻ വേണ്ടി വന്നേക്കണ 4 മെഴുകുതിരികൾ. ഇതൊക്കെ ഞാനാണ് ഇന്റർപ്രറ്റ് ചെയ്തത്, പുള്ളി പറയേണ്ടതാണ്. പക്ഷെ എല്ലാം ചെയ്ത് റെയിൻബോ ഫ്രണ്ട്സ് കുക്കു അങ്ങനെ വന്നപ്പോഴേക്കും എല്ലാം കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാരും മാതിരി വന്നിട്ടുണ്ടോ, ക്യാമറയിൽ വന്നിട്ടുണ്ടല്ലോ അല്ലെ? ഇതെല്ലാം വന്നിട്ടില്ലല്ലോ അല്ലേ? അങ്ങനെ എല്ലാം ഇതാണ് പുള്ളിയുടെ ലാൻറ്റേൺ. ഇനി എന്റെ ലാൻറ്റേൺ എനിക്ക് അതുപോലെ ഡൂഡിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ വക ഒരു ചെറിയ ഡൂഡിലാണിത്. പിന്നെ സൂക്ഷിച്ച് നോക്കണ്ട, അവിടെ ഇവിടെയൊക്കെ ഉടായ്പകളാണ്, എന്നാലും എന്റെ ഉടായ്പ ഡൂഡില്. പിന്നെ എന്റെ ചെറിയൊരു ഹാർട്ടിന്റെ ഡൂഡില്, ഹാർട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം വെച്ച് പിന്നെ ഒരു കുഞ്ഞു ഡൂഡിൽ ചെയ്തു, സ്ക്രിബിൾ ചെയ്ത്. പിന്നെ ഇതെന്റെ വിഷ് കാണിക്കില്ല, അയ്യടാ കാണണ്ടാട്ടോ. പിന്നെ ഇത് അവസാനത്തേക്ക് ഒന്നും തികയാണ്ട് വന്നപ്പോഴേക്കും ഞാനൊരു വീട് വരച്ചതാ, ഞങ്ങളുടെ കുഞ്ഞു വീട്. ആ വീട്ടില് നൂനു, ഞാന്, ഈപ്പച്ചൻ, മാത്തച്ചൻ, ഞങ്ങള് 4 പേരും സ്റ്റിക്ക് മാനാ. 4 സ്റ്റിക്ക് മാൻമാരും ഞങ്ങളിതാ പുറത്ത് ഇറങ്ങിയിരുന്ന് നിൽക്കുക. ഞാൻ പിടിക്കാം, 3 ഞാൻ പിടിക്കാം. ആക്ച്വലി ഇതൊരു ഫണ്ണായിരുന്നു, വേറൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇതിനു മുന്നേ മറ്റേ മുകളിലേക്ക് പറപ്പിച്ചു വിടുന്ന ലാൻറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിൽ ഒഴുക്കി വിടുന്ന ലാൻറ്റേൺ ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി അറിയണോ ഇത് എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്? കാരണം അങ്ങോട്ട് നോക്കിയിട്ട് വലിയ ക്യൂ ഉണ്ടോ. ഇങ്ങനത്തെ ഇവന്റ്സിന് വരുമ്പോ, രാത്രിയുള്ള ഇവന്റ്സിന് വരുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് വരണം. അന്നേരം കുറെ കൂടെ വേറെ ആംബിയൻസ്. അപ്പൊ ഞാൻ വൈറ്റ് ആയിട്ടേക്കണം, നൂനും അവിടെ വൈറ്റ് ആയിട്ടേക്കണം. ഞാൻ കാണിച്ചില്ല, ഇതൊന്നും ഞാൻ തന്നെ സ്ക്രീനിൽ വരാണ്ട് എന്തെങ്കിലും ഒന്ന് വളവള പറഞ്ഞേ. അത് പറ്റില്ല. എന്താ ഉദ്ദേശിച്ചേക്കണെന്ന് പറ. ഓ സോറി, ഞാൻ എന്റെ മൈക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് 4 ക്യാൻഡിൽസ് നമ്മളെ റെപ്രസെന്റ് ചെയ്യാം. ഇത് ഞാൻ, ഇത് വാവ, ഇത് ഈപ്പച്ചൻ, ഇത് മാത്തച്ചൻ. ഞങ്ങളിങ്ങനെ തെളിഞ്ഞ് നമ്മുടെ ജീവിതത്തിലുള്ള ഡാർക്ക്നെസ്സിനെയൊക്കെ നശിപ്പിക്കുക എന്നുള്ള സിഗ്നിഫിക്കൻസിലാണ് ഉദ്ദേശിച്ചത്. അതാണ് അത് ഉദ്ദേശിച്ചത്, അത്രേ ഉള്ളൂ. പിന്നെ ഇതും അതേപോലെ തന്നെ അപ്പനുനു, അമ്മനുനു, ഈപ്പച്ചൻ, മാത്തച്ചൻ. അപ്പൊ ഇത് ഞങ്ങൾ 4 പേരും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. എന്നിട്ട് സൂര്യൻ, നമ്മളിങ്ങനെ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ സൂര്യന്റെ എനർജി ഇൻവൈബ് ചെയ്യണു. ഇത് യൂണിവേഴ്സിന്റെ എനർജി, അതായത് നമ്മുടെ സോളർ സിസ്റ്റം ആണ്. യൂണിവേഴ്സിന്റെ എനർജി നമ്മൾ ഇൻവൈബ് ചെയ്യണം, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടിയോ, യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു വിഷയം. ഇനി ഇത് നമ്മൾ എർത്തുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ഇവിടുത്തെ ഉള്ള ഭൂമി ദേവിയായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻസ് കാണിക്കാൻ ട്രീ ഓഫ് ലൈഫ്. അത്രേ ഉള്ളൂ. അതായിരുന്നു ഞങ്ങളുടെ മെയിൻ കോൺസെപ്റ്റ്. എല്ലാം കൂടി കണക്ട് ചെയ്യിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിലും കണക്ട് ചെയ്യാം. ബാക്ക് കിട്ടുന്നുണ്ടോ? ലൈറ്റ് അടിച്ചിട്ട്
ഏകാന്തതയുടെ അഭാരതീരം ഏകാന്തതയുടെ അഭാരതീരം. ദേവ്, ഞാനൊരു പാട്ടുകാരിയല്ല, പക്ഷെ നല്ല രസമല്ലേ കേൾക്കാൻ. ഞാൻ എന്നെ കൊണ്ടുവരാൻ തോറ്റു. നിങ്ങളത് ഈ പാട്ട് കേട്ടി ചാനലിൽ വിട്ട് ഓടിപ്പോയേക്കരുത് പ്ലീസ്. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ആ ഭാഗം മ്യൂട്ട് ചെയ്ത് കളഞ്ഞോളൂ. അങ്ങനെ ഞങ്ങളിതാ ക്യൂവിൽ എത്തിയിട്ടുണ്ട്. ബാക്കിൽ എന്തോരം പേരുണ്ടെന്നറിയില്ല. ലാൻറ്റേൺസ് ഒഴുക്കി വിടാൻ വേണ്ടി കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ക്യൂ ഇപ്പം തീരുമെന്ന് വിചാരിച്ചു. പക്ഷേ ക്യൂ അങ്ങ് ഇനിയും പുറകോട്ട് കിടക്കുമല്ലേ, പുറകോട്ട് കിടക്കുവാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളതിൽ വന്ന് നിന്നു. ഇനി ഈ ക്യൂ ചെന്ന് എത്തുന്നത് നമുക്ക് ലാൻറ്റേൺ ഒഴുക്കി വിടണേലേക്ക്. അപ്പം നമുക്കിനി ക്യൂവിൻ്റെ ഒപ്പം അങ്ങ് നീങ്ങാം. നൂനുവിൻ്റെ ലാൻറ്റേൺ, എൻ്റെ ലാൻറ്റേൺ, ഈ പച്ചൻ്റെ ലാൻറ്റേൺ അവന് തന്നെ പിടിക്കണമെന്ന് വാശി. കഷ്ടപ്പെട്ട് വരച്ചെടുത്തതല്ലേ. അപ്പം നമുക്കിനി പുഴയെ ചെന്ന് ഇത് ഒഴുക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ലാൻറ്റേൺ പുഴയിൽ ഒഴുക്കാൻ പോവാണ്. അയ്യോ, കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ കുഞ്ഞോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. അയ്യോ, എനിക്ക് വിശക്കുന്നേ. അയ്യോ എനിക്ക് വിശക്കുന്നേ. ദൈവമേ, ശരിക്കും കോക്കാച്ചി പോയിട്ട് കണ്ണങ്ങനെയായി പോവും. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ കുഞ്ഞോളങ്ങളിൽ അവരൊഴുകി ദീപങ്ങൾ. എടാ ചെക്ക, അമ്മയുടെ വലിയ സിനിമാ പാട്ട്. ഇനി കോപ്പിറൈറ്റ് ഒന്നും വരില്ലല്ലോ അപ്ലോഡ് ചെയ്യുമ്പോ.